എന്തും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തൊഴിലും തിരക്കുമൊന്നും പ്രശ്നമല്ല, പഠിക്കുക തന്നെ. കോളേജ് പഠനത്തിന്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്. തിമിലയെക്കുറിച്ചാണ്. ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് തിമില പഠിക്കാൻ രംഗത്ത് വന്നതും അരങ്ങേറ്റത്തിനൊരുങ്ങുന്നതും. ബ്ലോക്ക് പഞ്ചായത്തിലെ ഓവർസിയർ കൃഷ്ണകുമാർ, സ്റ്റുഡിയോ ഉടമ അർച്ചനാമണി, ഇലക്ട്രോണിക് സ്ഥാപനം നടത്തുന്ന ശരവണൻ എന്നിവരാണ് തിമിലയിൽ പഠനം പൂർത്തിയാക്കിയത്. നെന്മാറ ഫീനിക്സ് ഷട്ടിൽ ക്ലബ്ബിൽ കുട്ടികൾ തിമില പഠിക്കുന്നത് കണ്ടതോടെ മുതിർന്നവർക്കും ഇതാവാമല്ലോ എന്ന ആഗ്രഹത്തിൽ നിന്നാണ് കുത്തനൂർ രാകേഷിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് മെമ്പർമാരായ മൂവരും പഠനം തുടങ്ങിയത്. ക്ലബ്ബിലെ മറ്റു മെമ്പർമാർ പ്രോത്സാഹനം നൽകിയതോടെ ഇവർക്ക് ആവേശമായി. ഇപ്പോൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അരങ്ങേറ്റമെന്ന് തിമിലയിൽ പ്രാഗൽഭ്യമുള്ള ആശാൻ കുത്തനൂർ രാകേഷ് പറഞ്ഞു. ഇവിടെ നെന്മാറ ഫിനിക്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ തിമില പഠിച്ച് 2026 ഫെബ്രുവരി 8 മകരം 25-ാം തീയതി 3 പേര് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിക്കുകയാണ്. ആ അരങ്ങേറ്റത്തിൽ ഭാഗവെക്കാവുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 25ഓളം കലാകാരന്മാർ പുറമേ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരങ്ങേറ്റക്കാർ 3 പേരുണ്ട്. മൊത്തം 28ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതിനാണ്. അതിൽ വിശിഷ്ടാതിഥികളായി എൻ്റെ ഗുരുക്കന്മാരായ ബഹുമാനപ്പെട്ട ശ്രീ പല്ലാവൂർ ശ്രീധരമാരാർ, അയലൂർ അനന്തനാരായണ ശർമ്മ എന്നിവർ വിശിഷ്ട വ്യക്തിത്വങ്ങളായി പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെയാണ് കലയ്ക്കായി സമയം കണ്ടെത്തിയതെന്ന് അർച്ചനാമണി പറഞ്ഞു. വൈകുന്നേരം ഇങ്ങനെ കളിക്കാൻ വന്നപ്പോൾ ഇവരൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഇങ്ങനെ തിമില പഠിക്കാമെന്ന്. അങ്ങനെ ഫീനിക്സ് ക്ലബ്ബിൽ തിമില പഠിച്ചു. ഞങ്ങൾക്ക് 25-ാം തീയതി, അതായത് ഫെബ്രുവരി 8-ാം തീയതിക്ക് ഞങ്ങൾക്ക് അതിൻ്റെ അരങ്ങേറ്റമാണ്. ഞങ്ങളെ തിമില പഠിപ്പിച്ച് നല്ല രീതിക്ക് ആക്കി തന്ന നമ്മുടെ ഫീനിക്സ് ക്ലബ്ബുകാർക്കും പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ എല്ലാ മെമ്പർമാർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ക്ലബ്ബ് ഭാരവാഹികളുടെ സഹകരണമാണ് ഇവർക്ക് കൂടുതലായി ലഭിച്ചത്. തിമില പഠിക്കാൻ രംഗത്ത് വന്നവരെ ക്ലബ്ബ് ഭാരവാഹികൾ എന്ന നിലയിൽ പ്രോത്സാഹനം നൽകുകയായിരുന്നുവെന്ന് സെക്രട്ടറി വിനോദ്, രക്ഷാധികാരി മുരളീധരൻ, നിർവാഹക സമിതി അംഗം സജീഷ് എന്നിവർ അറിയിച്ചു. എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ ക്ലബ്ബിൽ വളരെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് പരിശീലനം നൽകാൻ തികച്ചും സൗജന്യമായി തന്നെ നമുക്ക് പരിശീലനം നൽകാൻ സാധിച്ചുകൊണ്ട് അവർ വളരെ നല്ല രീതിയിൽ പരിശീലനം നടത്തി നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും ഇത് ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ക്ലബ്ബുകളിൽ ഇതൊരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കാം. നമ്മുടെ ഫീനിക്സ് ക്ലബ്ബ് അതിന് വേദിയായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. എന്തായാലും ഇങ്ങനെ ഈ കലാപ്രകടനം നടത്തി അരങ്ങേറ്റം നടത്തുന്ന ഞങ്ങളുടെ ക്ലബ്ബിലെ കലാകാരന്മാർക്ക് ക്ലബിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കൊരു ആവേശമാകട്ടെ. എല്ലാവരും ഈ പാത പിന്തുടരട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ഫെബ്രുവരി 8-ന് നെല്ലിക്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ മൂവരും അരങ്ങേറ്റം കുറിക്കും. മേൽശാന്തി അജു പുതുമന ദീപം തെളിയിക്കും. പല്ലാവൂർ ശ്രീധരന്മാരാർ, അയലൂർ അനന്തനാരായണ ശർമ്മ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. UTV ന്യൂസ്, പാലക്കാട്.